ഏകപക്ഷീയമായ ഒരു ഗോളിന്, ശരിക്കും പറഞ്ഞാൽ ഒരു ദുർബലമായ ഗോളിന്, ഒരു ഫ്ലൂക്ക് ഗോളിന് തന്നെ ഗോവയോട് 1-0 പരാജയപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരം കൂടി അടിയറ വെക്കുകയാണ്. കളി പുറത്തെടുത്ത് 3-0 ക്ലീൻ ഷീറ്റ് വിജയം നേടിയ കേരള ബ്ലാസ്റ്റേഴ്സിന് 4 ദിവസങ്ങൾക്കിപ്പുറം FC ഗോവയോട് 1-0 തോൽവിയാണ് സ്വന്തം മൈതാനത്ത് സെയിം ഗ്രൗണ്ടിൽ നേരിടേണ്ടി വരുന്നത്. ഗോവ അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരം കൂടി പരാജയപ്പെട്ടു. FC ഗോവക്കെതിരെ 1 ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയുടെ മണ്ണിൽ പരാജയപ്പെട്ടു. കളി തുടങ്ങിയ സമയത്ത് രാഹുൽ കേപ്പിന്റെ ഒരു അറ്റാക്കിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഷോട്ട് എടുത്തു. പക്ഷേ ഷോട്ട് നോഹ സദോയിക്ക് വലയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. FC ഗോവക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വാസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ചെന്നൈ FCക്കെതിരെ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് FC ഗോവക്കെതിരെയുള്ള കളിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനാണ് നമ്മൾ ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടത്. നോഹ സദോയെ പിടിച്ച് മാർക്ക് ചെയ്യുന്ന ഒരു ബോൾ സിങ്ങിനെയാണ് നമ്മൾ കളിയിൽ കണ്ടത്. പിന്നെ FC ഗോവയുടെ ഡിഫൻസ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒഡയോണിന്ത്യൻ സന്തോഷ് സിംഗൻ അടങ്ങുന്ന ആ ഡിഫൻസിനെ വേദിക്കാൻ ആർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് താരങ്ങൾക്കും കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് സത്യം. ഒരു ഗോൾ അടിച്ച് FC ഗോവ പിന്നീട് സമയം വേസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കളിയിൽ ഉടനീളം കണ്ടു. നോഹ സദോയ്ക്ക് നോഹ വിചാരിച്ച ആ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് സത്യം. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറായ ഹീസ് സിമിനസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടത്. ചെന്നൈ FCക്കെതിരെ കളിച്ച പോലെയുള്ള കളിയല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് സച്ചിൻ സുരേഷ് ഒരു ഗോൾ വഴങ്ങിയതോടുകൂടെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു ടീമിനെ തന്നെയാണ് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കണ്ടത്. കളിയുടെ ലാസ്റ്റ് മിനിറ്റിൽ സന്ദീപ് സിംഗിന് ഒരു കിഡിലൻ ചാൻസ് കിട്ടിയിരുന്നു. പക്ഷെ ആ ഒരു ചാൻസ് നമ്മൾ ഗോൾ ആക്കി എന്ന് തോന്നിച്ചു. പക്ഷെ അത് വെളിയിലോട്ട് പോയി. അവിടെ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നോഹ സദോയ് ഫ്രീ ആയി നിൽക്കുന്ന ഒരു ആളായിരുന്നു നോഹ സദോയ്. ഒരു പക്ഷെ നോഹക്ക് കൊടുത്ത നോഹ ഈസി ആയി ആ ഒരു ബോൾ ഫിനിഷ് ചെയ്യാമായിരുന്നു. പക്ഷെ സന്ദീപ് സിംഗ് ഒരു ഒറ്റയ്ക്കിലെ ട്രൈ തന്നെയാണ് ശ്രമിച്ചത്. പക്ഷെ അത് പായായി പോയി. അഡ്രിയാൻ ലൂണ കിഡിലൻ പാസുകളെല്ലാം കൊടുത്തു. പക്ഷെ ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ FC ഗോവ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോസ്റ്റിലേക്ക് അടിച്ച ആ ഒരു ഗോള് സച്ചിൻ സുരേഷിന്റെ കയ്യിൽ തട്ടിയാണ് ആ ബോള് വലയിലെത്തുന്നത്. പിന്നെ കളിയിൽ ഉടനീളം കണ്ടത് നമ്മുടെ ഡിഫൻസിന്റെ പോരായ്മ തന്നെയാണ്. എന്തായാലും ഈ ഒരു കളി കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. അടുത്ത കളി ബാംഗ്ലൂർ FCക്കെതിരെയാണ്. അവരുടെ മണ്ണിൽ പോയി കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത്. അടുത്ത കളികളിൽ ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച് തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങാൻ പോകുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം. അടുത്ത മത്സരം ഇതിലും ടഫ് തന്നെയായിരിക്കും. കാരണം അതൊരു ഹവേ മത്സരം കൂടിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഹോം മത്സരത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ കൺപീറ്റഡ് ആയി നിന്നിരുന്നത്. പക്ഷേ ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരങ്ങളിൽ തുടർ പരാജയം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCക്കെതിരെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനായിട്ട് നമുക്ക് ആ ഒരു കളിക്ക് വേണ്ടി കാത്തിരിക്കാം. എങ്ങനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത 11-ൽ ഇറങ്ങാന്നുള്ള കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഒരു കളി നടക്കുന്നത് അടുത്ത മാസം 7-ാം തീയതിയാണ്. 7:30 കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മണ്ണിൽ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം കളിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. ആര് ജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ള കാര്യമൊക്കെ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒപ്പീനിയനൊക്കെ താഴെ കമന്റ് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദെൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ.